ഹായ് കൂട്ടുകാരെ, 4 പിലോപ്പി എടുത്തിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഒന്ന് വരഞ്ഞ് ഇനി മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഉള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ഇഞ്ചി, ഇതാണ് മസാലക്കൂട്ട്. നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കാം. ഇന്ന് നമ്മുടെ പിലോപ്പിയ ഗ്രില്ല് ചെയ്യാൻ പോകാം കേട്ടോ. ഒന്ന് അടുപ്പൊന്ന് കത്തിക്കാം. നല്ല രീതിയിൽ കനലാവണം. കനലായതിനു ശേഷമാണ് ഗ്രില്ല് വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഗ്രില്ല് വെച്ച് നല്ല രീതിയിൽ വേവിച്ചെടുക്കുക. കരിയാത്ത രീതിയിൽ വേവിക്കണം കേട്ടോ. തിരിച്ചും മറിച്ചും നല്ല രീതിയിൽ വേവിച്ചെടുക്കാം. ഒരുപാട് കരിയാത്ത രീതിയിൽ എടുക്കണം. നല്ല അടിപൊളി മസാലയാണ്. ഏതാണ്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഇതിൻ്റെ പുറത്തുകൂടെ ഒന്ന് ചാലിച്ച് കൊടുക്കണം. ബാക്കിയുള്ള മസാല നമ്മൾ ഇതിൻ്റെ മുകളിൽ പുരട്ടിയിട്ടുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ വേഗം ഞാനിത് നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ പിലോപ്പിയ ഗ്രില്ല് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഇതിലേക്ക് മാറ്റാം, പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, പൊളിഞ്ഞു പോകാതിരിക്കും ശ്രദ്ധിക്കണം. വലിയ കുഴപ്പമില്ല, നല്ല ഉഷാറായിട്ടുണ്ട്. എന്താ ടേസ്റ്റ് ആയിരിക്കും പറയുന്നത് കഴിച്ചിട്ടുണ്ടെങ്കിൽ. നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ കൂട്ടുകാർ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ, അടിപൊളി ടേസ്റ്റാണ്.